തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന സ്ഥലം, അവിടെയാണ് 60 വയസ്സുള്ള വത്സലയും അവരുടെ ഭർത്താവും താമസിക്കുന്നത്. വീട്ടിൽ ഇടയ്ക്കിടെ അവരുടെ പേരക്കുട്ടിയായ 16 വയസ്സുള്ള മീര വരും. മീര തന്റെ അമ്മയായ മഞ്ജുഷയുടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും മുത്തശ്ശിയുടെ വീട്ടിലാണ് സമയം ചെലവഴിക്കുക. മഞ്ജുഷയുടെ വീട്ടിൽ നിന്ന് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരമേയുള്ളൂ. അങ്ങനെ 2019 ജൂൺ മാസം 10-ാം തീയതി രാത്രി 8ഓടുകൂടി ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോകാം, അവിടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് മീര മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് മുത്തശ്ശിക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ വിളിച്ചത് മകളായ മഞ്ജുഷയായിരുന്നു. സാധാരണ അമ്മയോട് സംസാരിക്കുന്നത് പോലെ മഞ്ജുഷ സംസാരിച്ചു. അതോടൊപ്പം മീര എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വത്സല ഒന്ന് ഞെട്ടി. അതിന് മീര ഇന്ന് അവിടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നല്ലോ എന്ന് വത്സല മറുപടി പറഞ്ഞു. എന്നാൽ മീര വീട്ടിലെത്തിയില്ല, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ജുഷ കോള് കട്ട് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും മഞ്ജുഷയുടെ കോൾ വന്നു. ആ കോളിൽ മഞ്ജുഷ കരഞ്ഞുകൊണ്ട് മീര അവൾക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ കൂടെ തിരുപ്പതിയിലേക്ക് പോയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതായി പറഞ്ഞു. എന്നാൽ ഇത് വത്സലയ്ക്ക് വിശ്വസിക്കാനായില്ല. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് അവരാരും തന്നെ അന്ന് രാത്രി ഉറങ്ങിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ മഞ്ജുഷ അമ്മയോട് ഞാൻ തിരുപ്പതിയിലേക്ക് പോയി മീരയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിൽ നിന്നിറങ്ങിയ അടുത്ത ദിവസം തന്നെ മഞ്ജുഷ അമ്മയെ വിളിക്കുകയും ചെയ്തു. മീരയെ ഞാൻ തിരയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അവളെയും കൂട്ടി തിരിച്ച് നാട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. എന്നാൽ അതിനുശേഷം വത്സല തൻ്റെ മകളെ വിളിക്കുമ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരുപാട് തവണ വിളിച്ചിട്ടും കിട്ടാതായപ്പോൾ വത്സല വല്ലാതെ ഭയന്നു. പേരക്കുട്ടിയെ കാണാനില്ല, അവളെ തിരിഞ്ഞുപോയ മകളുടെ ഒരു വിവരവുമില്ല. വത്സലയും ഭർത്താവും കൂടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ അവതരിപ്പിച്ചു. പോലീസ് വത്സലയോട് മീരയുടെ കാമുകനെ പറ്റി തിരക്കി. എന്നാൽ അവർക്ക് അങ്ങനെയൊരു വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു. മീര നെടുമങ്ങാടുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പഠിക്കുകയായിരുന്നു. ഇതറിഞ്ഞ പോലീസ് അവൾ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പോയി മീരയുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു. എന്നാൽ പഠിത്തത്തിൽ മാത്രമായിരുന്നു മീരയുടെ ശ്രദ്ധയെന്നും യാതൊരു ആൺ സുഹൃത്തുക്കളും മീരയ്ക്കില്ലെന്നും അവർ പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസങ്ങളായി അവൾ വല്ലാതെ സങ്കടത്തിലായിരുന്നു. എന്തോ പ്രശ്നം അവളെ അലട്ടിയിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോലീസ് മഞ്ജുഷയുടെ വീടിനടുത്തും മീരയെക്കുറിച്ച് അന്വേഷിച്ചു. അവിടെയും മീരയെക്കുറിച്ചുള്ള നല്ല വിവരങ്ങൾ മാത്രമേ പോലീസിന് ലഭിച്ചുള്ളൂ. ഇവിടെയാണ് പോലീസിന് സംശയം വന്നത്. മീര ഒരു പയ്യനെ പ്രണയിച്ച് അവൻ്റെ കൂടെ നാടുവിട്ട് പോയെന്നാണ് മഞ്ജുഷ പറഞ്ഞത്. എന്നാൽ മീരയുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മീരയെപ്പറ്റി നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇനി മഞ്ജുഷ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന സംശയത്തിലായി പോലീസ്. അങ്ങനെ പോലീസ് മഞ്ജുഷയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. 2 വർഷത്തിന് മുൻപ് ഭർത്താവ് മരിച്ച മഞ്ജുഷയ്ക്ക് 34 വയസ്സ് മാത്രം പ്രായം. ഇനി മഞ്ജുഷയ്ക്ക് മറ്റെന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ എന്ന സംശയത്തിലായി പോലീസ്. അങ്ങനെ മഞ്ജുഷയുടെ അയൽക്കാരോട് അവളെപ്പറ്റി അന്വേഷിച്ചു. അങ്ങനെയൊരു ബന്ധമുള്ളതായി അവർക്ക് ആർക്കും തോന്നിയില്ല എന്നും ഒരു യുവാവ് ഇടയ്ക്ക് മഞ്ജുഷയുടെ വീട്ടിലേക്ക് സഹായത്തിനായി പോകാറുണ്ടെന്നും അവർ പറഞ്ഞു. ആ പയ്യന് മഞ്ജുഷയേക്കാൾ പ്രായം കുറവാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും അവർ അറിയിച്ചു. എന്നാൽ പോലീസ് മഞ്ജുഷയുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറുള്ള ആ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചു. 28 വയസ്സുള്ള അനീഷ് എന്ന യുവാവായിരുന്നു അത്. മഞ്ജുഷയുടെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള അനീഷിന്റെ വീട്ടിൽ ചെന്ന പോലീസ് അനീഷിനെ പറ്റി തിരക്കി. പിന്നീട് 2 പേരുടെയും മൊബൈൽ തമിഴ്നാട്ടിൽ നാഗർകോവിലിനടുത്ത് സജീവമാണെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ പോലീസ് നാഗർകോവിലിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ലോഡ്ജിൽ അനീഷും മഞ്ജുഷയും താമസിച്ചതിൻ്റെ റെക്കോർഡ് കണ്ടു. അങ്ങനെ ആ റൂമിലേക്ക് ചെന്നപ്പോൾ പോലീസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഞ്ജുഷയും അനീഷും അവിടെ ഉണ്ടായിരുന്നു. മഞ്ജുഷയുടെ പോലീസ് മീരയെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ഞങ്ങൾ മീരയെ തിരഞ്ഞാണ് ഇവിടെ താമസിക്കുന്നതെന്നും അവളെപ്പറ്റി യാതൊരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചില്ലെന്നും അവർ പോലീസിനോട് പറഞ്ഞു. പക്ഷേ മഞ്ജുഷ പറഞ്ഞത് വിശ്വസിക്കാതെ പോലീസ് അവളെയും അനീഷിനെയും സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആദ്യം പറഞ്ഞത് അനീഷ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന പയ്യനാണ്. മീരയെ കൊണ്ട് അനീഷിനെ വിവാഹം കഴിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ അതിൽ മീരയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ജൂൺ 10 രാത്രി ഇതിനെ ചൊല്ലി ഞാനും മീരയും തമ്മിൽ വഴക്കായി എന്നും ദേഷ്യപ്പെട്ട് മീര മുറിക്കുള്ളിൽ കയറി വാതിലടക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞിട്ടും മീരയെ കാണാത്തതിനെ തുടർന്ന് ജനാല വഴി നോക്കിയപ്പോൾ മീരയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. എന്നാൽ ഇത് മറ്റാരെങ്കിലും അറിയിച്ചാൽ ഞാനാണ് കൊന്നതെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് കരുതി അനീഷിനെ മാത്രം വിളിച്ചു വരുത്തി.
അനീഷെത്തി മീരയെ അനീഷിന്റെ വീടിനടുത്തുള്ള കിണറ്റിലേക്ക് ഇട്ടെന്നും മഞ്ജുഷ പോലീസിനോട് പറഞ്ഞു. ജൂൺ 30 മീരയുടെ ഡെഡ് ബോഡി മഞ്ജുഷ പറഞ്ഞ ആ കിണറ്റിൽ നിന്നും കണ്ടെത്തി. അഴുകിയ നിലയിലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് മീരയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് മീരയുടെ കഴുത്തിൽ ഷോള് കൊണ്ട് വലിച്ചു മുറുകിയ ഒരു പാടുണ്ടെന്നും സാധാരണ തൂങ്ങി മരിച്ച ആളുടെ ദേഹത്ത് ഉണ്ടാവുന്ന തരത്തിലുള്ളതല്ല അതെന്നും പറഞ്ഞു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മീരയുടെ ശ്വാസകോശത്തിൽ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു. അതായത് മീരയെ കിണറിലേക്ക് എറിയുന്നതുവരെ അവൾക്ക് ജീവനുണ്ടായിരുന്നു. കിണറ്റിലെ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണ് അവൾ മരിച്ചതെന്നും ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. അപ്പോൾ തന്നെ പോലീസിനുറപ്പായി മഞ്ജുഷയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന്. വീണ്ടും പോലീസുകാർ വളരെ ഗൗരവമായി മഞ്ജുഷയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇനി എന്തായാലും രക്ഷപ്പെടാൻ മഞ്ജുഷയ്ക്ക് ആവില്ലെന്ന് തോന്നിയപ്പോൾ സത്യമെല്ലാം പറയാൻ തുടങ്ങി. അനീഷും താനുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നും ഇത് മകൾ കണ്ടതോടെ അവളെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും മഞ്ജുഷ പറഞ്ഞു. അന്ന് രാത്രി അനീഷിനെയും വിളിച്ചു വരുത്തി രണ്ടുപേരും ചേർന്നാണ് മീരയെ കൊന്നതെന്നും അനീഷിന്റെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയാണ് കിണറ്റിലിട്ടതെന്നും പറഞ്ഞു. ഇതിനുശേഷം കേസ് ഫയൽ ചെയ്ത് അവരെ ജയിലിലടച്ചു. തൻ്റെ പ്രണയത്തിനു വേണ്ടി, അതിൽ നിന്നും കിട്ടുന്ന ആ സന്തോഷത്തിനു വേണ്ടി സ്വന്തം മകളെ കൊന്ന അമ്മ. കൊലപാതകം കണ്ടെത്തി അവർ ജയിലിലാവുകയും ചെയ്തു. ഇതിൽ ആർക്ക് എന്ത് പ്രയോജനം?